ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് ഗ്രാമറിന്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നല്ല നല്ല വാക്കുകൾ, നല്ല കഥകൾ, ഇതൊക്കെ നമ്മൾ കേട്ടു അല്ലെ. ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് സംഭവമാണ് ഇംഗ്ലീഷിൽ പഠിക്കാൻ പോണത്. ഫ്രേസൽ വേർബ്സ്. ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നതിന്റെ ഒരു നല്ല രസകരമായ ഒരു കാര്യമാണ്. ഒരു പ്രത്യേകതയുണ്ട് ഈ ഫ്രേസൽ വേർബ്സിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്നത് പോലെ ആവില്ല അതിന്റെ മീനിങ്, കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഒരു ഫ്രേസൽ വെർബ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്? ഇടുക എന്നാണ് അർത്ഥം. ഓക്കെ, പുട്ട് യുവർ കീ ഹിയർ, അല്ലെങ്കിൽ പുട്ട് യുവർ പെൻസിൽ ഇൻ ദാറ്റ് ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അതിലേക്ക് ഇടൂ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. പക്ഷെ പുട്ട് ഓൺ, അതിന് ആ പുട്ടിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ്ങിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വെയർ ചെയ്യുക, എന്തെങ്കിലും ധരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അതും കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയുന്ന വൊക്കാബുലറി കുറച്ചും കൂടെ റിച്ച് ആയിരിക്കും. നമുക്ക് നല്ല രസം ഉണ്ടാവും നമ്മുടെ ലാംഗ്വേജ് പറയുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ, ഈ കാര്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ, നമ്മളുടെ കഥയിൽ നമ്മൾ ഇത് കേൾക്കാനായിട്ട് ഉണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കുകയാണ്. ഈ കഥയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആൾക്കാര് ലോകം എങ്ങനെ കാണുന്നു, ഒരാളുടെ കണ്ണിലൂടെ കാണുന്നത് പോലെയാണോ മറ്റൊരാൾ കാണുന്നത് എന്നൊരു കാര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ സ്റ്റോറി ഇങ്ങനെയാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവര് ഒരു സ്ഥലത്തേക്ക് വരുന്നതും അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യവുമാണ് ഈ കഥയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മൂവ്ഡ് ടു എ ന്യൂ പ്ലേസ്. ഒരു ഹസ്ബൻഡും വൈഫും അവരൊരു പുതിയ ഒരു സ്ഥലത്തേക്ക് അവര് വന്നു ചേരുകയാണ്. ദേ ഗോട്ട് എ ഹൗസ് ആൻഡ് ദേ ബിഗാൻ ടു ലിവ് ദെയർ. അവർക്കൊരു ഹൗസ് ഒക്കെ അവിടെ കിട്ടി. അങ്ങനെ അവർ എന്ത് ചെയ്യാണ്? അവരവിടെ താമസം ആരംഭിക്കുകയാണ്. സോ ദിസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദേ വർ ഹാവിങ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മുടെ ഹസ്ബൻഡും വൈഫും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അറ്റ് ദ ടൈം ദിസ് ലേഡി ലുക്ക്ഡ് ഔട്ട്സൈഡ്. അവര് എന്ത് ചെയ്തു? അവിടുത്തെ ആ ലേഡി, ആ വൈഫ് പുറത്തേക്ക് നോക്കി. ആൻഡ് ഷി വാസ് സീയിങ് ഇൻ ദാറ്റ് അനദർ ഹൗസ് വൺ ലേഡി വാസ് ഹാങ്ങിങ് ക്ലോത്ത്സ്. അപ്പൊ ഇവരെന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ ലേഡി, അതായത് തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ലേഡി എന്ത് ചെയ്യാണ്? അവര് വസ്ത്രങ്ങൾ ഇങ്ങനെ തൂക്കുകയാണ്, ഇങ്ങനെ അയയിൽ ഇങ്ങനെ ഇടുന്നതായിട്ടാണ് ഇവര് കാണുന്നത്. At that time this wife told to her husband like this, I think she is not properly washing her clothes because it looks so shabby. അപ്പോ നമ്മളുടെ വൈഫ് എന്താണ് ഹസ്ബൻഡിനോട് പറയുന്നത്? എനിക്ക് തോന്നുന്നത് അവര് നന്നായിട്ട് എന്ത് ചെയ്യുന്നില്ല, വസ്ത്രങ്ങൾ വാഷ് ചെയ്യുന്നില്ല. കാരണം ആ വസ്ത്രങ്ങൾ എങ്ങനെയായിരിക്കുന്നത്? ഭയങ്കര ഷാബി, മുഷിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവര് നന്നായിട്ട് വാഷ് ചെയ്യുന്നില്ല എന്നുള്ളതാണെന്ന് പറഞ്ഞു. The husband looked on, but he didn't tell anything. അപ്പൊ ഇതാണ് നമ്മുടെ സെന്റൻസ്. The husband looked on, but he didn't tell anything. അപ്പോ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ലുക്ഡ് ഓൺ എന്നാണ്. ഈ ലുക്ഡ് ഓൺ എന്നുള്ളതിന്റെ വേർഡ് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നുക? നോക്കി എന്നുള്ളതാണ് അല്ലെ. ലുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങോട്ട് നോക്കി എന്നുള്ള ഒരു മീനിങ് ആണ് അവിടേക്ക് വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷെ അവിടെ ഒരു ഓൺ എന്നതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചേർന്ന് കഴിയുമ്പോൾ അതിന്റെ മീനിങ്ങിന് ഒരല്പം വ്യത്യാസമുണ്ട്. ഇതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവര് നോക്കി, പക്ഷെ അതിൽ ഒരു ഇൻവോൾവ്മെന്റും അയാൾ ചെയ്തില്ല. ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഇടപെട്ടില്ല എന്നതാണ് അർത്ഥം. അതായത് നമ്മൾ ചുമ്മാ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ നമ്മൾ ഒന്ന് നോക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും പറയുന്നില്ല, നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എന്തുപയോഗിക്കുന്നത്? ലുക്ക് ഓൺ എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഇതുപോലെ തന്നെ ഒരു 4-5 ഫ്രേസൽ വെർബ്സ് ഇതിനോട് കൂടെ ഉണ്ട്. അതായത് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ചേരുന്ന ഇതുപോലത്തെ ഉള്ള ഫ്രേസൽ വെർബ്സ് ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഒരു കാര്യത്തിനെ കുറിച്ച് നോക്കിക്കാണുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മുന്നോട്ട് പോയി, അതായത് ആ ഒരു കാര്യം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലുക്ക് ഫോർവേഡ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം അതിനെ എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ലുക്കിംഗ് ഫോർവേഡിന് വരുന്നത്. ഇനിയും നമുക്ക് പറയാനുണ്ട് ലുക്ക് ഇൻ ടു. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എക്സാമിൻ ചെയ്യുക എന്നാണ് അർത്ഥം. ലുക്ക് ഇൻ ടു, പ്ലീസ് ലുക്ക് ഇൻ ടു ദ മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ, ഒന്ന് നോക്കൂ, അതായത് ഒരു പ്രത്യേകമായ രീതിയിൽ അതൊന്ന് എക്സാമിൻ ചെയ്യൂ എന്നതാണ് അതിന്റെ അർത്ഥം. എന്നാൽ ലുക്ക് അപ് ടു എന്ന് പറഞ്ഞാലോ എന്താണ് അതിന്റെ മീനിങ് വരുന്നത്? അതിന്റെ മീനിങ് റെസ്പെക്ട് ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, അതേപോലെ തന്നെ ലുക്ക് ത്രൂ എന്ന് പറഞ്ഞാലോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് ഓടിച്ചു നോക്കുന്നതിനെയാണ്, ഇത് വളരെ ബ്രീഫായിട്ട് നമ്മളൊരു കാര്യം നോക്കുന്നതിനെയാണ് ലുക്ക് ത്രൂ എന്ന് പറയുന്നത്. ഇനി ലുക്ക് ഔട്ട് ഫോർ എന്ന് പറഞ്ഞാലോ നമ്മൾ അതിനെ കെയർ ചെയ്യുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ലുക്ക് ഔട്ട് ഫോർ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സാധാരണ രീതിയിൽ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. ലുക്ക് അറ്റ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഓക്കെ, ലുക്ക് അറ്റ് ദ മൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂണിനെ നോക്കൂ, ലുക്ക് അറ്റ് ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നോക്കൂ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പക്ഷെ അതിനേക്കാളും ഒക്കെ കുറച്ചും കൂടെ വ്യത്യാസം വരുന്ന ഭാഗങ്ങളാണ് ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത്. എനിവേസ്, നമ്മുടെ ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത്? ജസ്റ്റ് ഹി ലുക്ക്ഡ് ഓൺ ആൻഡ് ഹി ടേൺ ദാറ്റ് സൈഡ്. അയാൾ നോക്കിയിട്ട് അത് ശ്രദ്ധിച്ചു പോലുമില്ല, അതിനെ ഇൻവോൾവ് ചെയ്തില്ല, ഇങ്ങോട്ട് തന്നെ അയാൾ മാറിയിരുന്നു. ആഫ്റ്റർ 2-3 days again they were having the breakfast. അങ്ങനെ 3-4 ദിവസം കഴിയുമ്പോൾ പിന്നെയും അവരെന്ത് ചെയ്യായിരുന്നു? അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. At that time again this lady looked outside and she was astonished. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ പിന്നെയും വിൻഡോന്റെ കൂടെ, അതായത് പുറത്തേക്ക് നോക്കി. അപ്പോ അവര് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. എന്താ കാരണം? all those clothes were very clean and tidy. ഭയങ്കര ക്ലീനും ഭയങ്കര വൃത്തിയുമുള്ളതായിട്ട് അവർക്ക് തോന്നി. And she told her husband that, oh, I think now that lady is washing her clothes so neatly and very clean. അപ്പൊ ഭയങ്കര നന്നായിട്ടാണ് അവര് അത് വാഷ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഇവർ ഹസ്ബൻഡിനോട് പറഞ്ഞു. At that time the husband told, no, I just clean the windows. അപ്പൊ പറഞ്ഞു, അതല്ല ഇവിടെ സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? ഞാൻ ആ വിൻഡോ ക്ലീൻ ചെയ്തു. അത് ആരുടെ വിൻഡോ ആയിരുന്നു? നമ്മുടെ വീട്ടിലത്തെ വിൻഡോ ആണ്. ഓക്കെ, ഐ ക്ലീൻ ദ വിൻഡോസ് പ്രോപ്പർലി. അപ്പോഴാണ് ഈ സ്ത്രീക്ക് മനസ്സിലായത് ആക്ച്വലി അവര് ചെയ്തതിന്റെ പ്രശ്നമല്ലായിരുന്നു. അവര് എപ്പോഴും നല്ല ഭംഗിയായിട്ടാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ക്ലോത്ത്സ് വൃത്തിയായി കഴുകിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടുത്തെ വിൻഡോ ക്ലീൻ ആവാത്തത് കൊണ്ടാണ് അത് ഷാബി ആയിട്ട് ഇവർക്ക് ഫീൽ ചെയ്തത്. ഇത് തന്നെയാണ് നമ്മളുടെ ലൈഫിലും ചിലപ്പോഴൊക്കെ സംഭവിക്കാറുള്ളത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? നമ്മളുടെ കണ്ണിലൂടെ, നമ്മളുടെ ഒരു പെർസെപ്ഷനിലൂടെ മറ്റുള്ളവരെ കാണും. ചിലപ്പോൾ അത് തെറ്റാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ നോക്കി കാണുന്നത് പോലെയല്ല മറ്റു പലരും കാണുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തികളും അങ്ങനെ തന്നെയാണ്. അവരുടെ കണ്ണിൽ അത് ശരിയായിരിക്കാം. അപ്പോൾ നമ്മളുടെ കണ്ണിൽ അത് നോക്കുമ്പോൾ ശരിയായത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് ക്ലീൻ ആയിട്ടുള്ള പല കാര്യങ്ങളും കാണാൻ പറ്റാത്തതും അതുകൊണ്ട് തന്നെയാണ്. സോ മൈ ഡിയർ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കുറച്ച് ഫ്രേസൽ വേർബ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വേറെ ഏതെങ്കിലും ഫ്രേസൽ വേർബ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇതിനോട് അനുബന്ധിക്കുന്ന ഫ്രേസൽ വേർബ്സ് ഒക്കെ അറിയെങ്കിൽ തീർച്ചയായിട്ടും ഇടുക. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് വേണം എന്നുള്ളതും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം.